ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഖ്ലൂബയാണ്. ഇതൊരു അറബിക് റെസിപ്പിയാണ്. ട്രഡീഷണലായി ഇത് മീറ്റും വെജിറ്റബിൾസും റൈസും കൂടി ചേർന്ന ഒരു റെസിപ്പിയാണ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ മഖ്ലൂബയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിലെ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്കിതിനെ കുറച്ച് വെജിറ്റബിൾസ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. നമ്മൾ പൊട്ടറ്റോ ഒക്കെ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ക്യാരറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇന്ന വെജിറ്റബിൾസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പൊട്ടറ്റോ വഴുതനങ്ങയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തിട്ട് ഇതിൽ ചേർക്കുമ്പോഴാണ്. നമ്മുടെ ക്യാപ്സിക്കം പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് തക്കാളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാം. വഴുതനങ്ങ ഫ്രൈ ചെയ്യുമ്പോൾ അധികം ഓയിലിൽ ഫ്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് ഓയിൽ വലിച്ചെടുക്കും വഴുതനങ്ങ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ വഴുതനങ്ങയും പൊട്ടറ്റോ ആണ് ഇതിൽ മെയിനായിട്ടും
ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് നമ്മുടെ റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ബേ ലീഫ്, കറുവപ്പട്ട, ഏലക്കായ, കരയാമ്പൂ എന്നിവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തതാണ്. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് കട്ട് ചെയ്യൊന്നും വേണ്ട, ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അറബിക് മസാല ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തതാണ്. നിങ്ങളതിൽ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 വെജിറ്റബിൾ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ മക്ലൂബയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ റെസിപ്പി തന്നെ ചിക്കൻ മക്ലൂബയും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിതിലേക്ക് 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്ന കണക്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരമണിക്കൂർ കുതിർത്തി വെച്ച അരിയാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. നമ്മൾ സാധാ മന്തിയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത വെജിറ്റബിൾസൊക്കെ ഇതിൽ ആദ്യത്തിൽ ലെയർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. അതാണ് ഇതിലെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് ദം ചെയ്യാനുള്ള പാത്രത്തിൽ ഫസ്റ്റിൽ ഫ്രൈ ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം.
നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. നമ്മൾ അടിയിൽ ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ പോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മഖ്ലൂബ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ കമൻസും ഫീഡ്ബാക്സും ഒക്കെ എന്നെ അറിയിക്കണം. നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. Take care. Bye.